നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. എങ്ങനെ പോയാലും താൻ കുറച്ച് നാളും കൂടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. അതുവരെ പിടിച്ചേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ആ മെർലിൻ ഇവിടെ വന്നതേ ആ വിവരം കെട്ടവൻ അറിഞ്ഞിട്ടുണ്ട്. തീരെ നിവർത്തിയില്ലെങ്കിൽ എന്റെ മോളെവിടെ? നിങ്ങളുടെ മോളെ ഞങ്ങളുടെ വീട്ടിലാണോ അന്വേഷിക്കുന്നത്? എടുത്തിയാടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? ഇനി എനിക്ക് വേണ്ടി സംസാരിക്കുന്ന പോലീസായിരിക്കും. എന്റെ ഈശ്വര, മെർലിൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ബാലാമണിയൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ ബാലാമണി പുതിയ എപ്പിസോഡിലില്ല. പക്ഷെ മെർലിന്റെ കല്യാണം പെട്ടെന്ന് ആവണമെന്നൊക്കെ ഉള്ള ആ രീതിയിൽ കേശുവായിട്ട് വന്ന് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ വിൻസെന്റ് ഗോമസ് തിരിച്ചു വന്നിട്ടുണ്ട്. വിൻസെന്റ് ഗോമസും വൈഫും കൂടെ അവിടെ പാർമട വീട്ടിൽ വന്ന് നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന കുറച്ച് പരിപാടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഭവാനി അമ്മയെ ലച്ചുവൊക്കെ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. ലച്ചു അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഭവാനി അമ്മയ്ക്കൊക്കെ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. പിന്നെ അവരുടെ എല്ലാവരുടെയും ഒരു സംശയം എന്ന് വെച്ചാൽ കേശുവും മെർലിനും കൂടി ഇനി വല്ല രജിസ്റ്റർ മാരേജ് ചെയ്യുമോ എന്നുള്ളതാണ്. പക്ഷെ കേശുവിന്റെ ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. രജിസ്റ്റർ മാരേജ് ഒന്നും ചെയ്തിരിക്കും. കേശു ഇങ്ങനെയൊക്കെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളി നല്ല മെച്ചുവേർഡ് ആണെന്നുള്ള നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് പോയില്ല എന്ന് തോന്നുന്നു. അവസാനം ഒരു കോമഡിയിൽ തന്നെ ആയിരിക്കും എപ്പിസോഡ് എൻഡ് ആവുക എന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു കോമഡി എപ്പിസോഡായിട്ട് തന്നെയാണ് എനിക്ക് പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത്. എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് കുറച്ച്